അപ്പോൾ നമുക്കിന്ന് 3ds Maxൽ ഒരു മാച്ച് ബോക്സ് ആൻഡ് മാച്ച് ടെക്സ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഞാനിപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ അത് എനിക്ക് ബോക്സ് ഷേപ്പാണ്. സോ ഇവിടെ നിന്ന് ഞാനൊരു ബോക്സിൻ്റെ ഒരു പ്രിമിറ്റീവ് എടുക്കും. നമുക്കിവിടെ കാണാം ബോക്സ്, സ്ഫിയർ, സിലിണ്ടർ, ടോറസ്, ടീപോട്ട്, ടെക്സ്റ്റ് പ്ലസ്, കോണ്, ട്യൂബ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരു പെട്ടിയാണല്ലോ. ആ പെട്ടി എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ഷേപ്പാണ്. സോ ഞാൻ ബോക്സ് എടുക്കുന്നു ഇവിടെ നിന്ന്. എന്നിട്ട് ഈ ബോക്സ് എന്നുള്ള ഒരു മോഡൽ ആദ്യം ഞാൻ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ടോപ്പ് വ്യൂ പോർട്ടിൽ പോയിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ഒരു ഡയഗണലായിട്ട് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു ബോക്സ് വരുന്നത് കാണാം. സോ മൗസ് റിലീസ് ചെയ്തു. എന്നിട്ട് മൗസ് ജസ്റ്റ് മൂവ് ചെയ്തു. അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോൾ അറിയാം, അപ്പ് മൂവ് ചെയ്തു. എന്നിട്ട് ക്ലിക്ക് ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യണം അവിടെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബോക്സ് റെഡിയായി. ബോക്സ് റെഡിയായി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇനിയും പെർസ്പെക്റ്റീവ് വ്യൂ പോർട്ടിൽ വരുന്നു. എന്നിട്ട് Alt W പ്രസ് ചെയ്യുമ്പോൾ മാക്സിമൈസ് ആവും. Alt W, എന്നിട്ട് F4 പ്രസ് ചെയ്താൽ എനിക്ക് ഒരു എഡ്ജ് കുറച്ചുകൂടെ കാണുന്ന രീതിയിൽ ഒരു വിസിബിലിറ്റി കിട്ടും. ലൈൻസ് കുറച്ചുകൂടെ കാണാൻ പറ്റും. ഡിഫോൾട്ട് ഷെയ്ഡിങ് എന്നുള്ളത് മാറ്റി എഡ്ജ് ഫേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈൻസ് കാണാൻ പറ്റും സെലക്ട് ചെയ്യുമ്പോൾ. നേരത്തെ ഇവിടെ ലൈൻസ് ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. ഡിഫോൾട്ട് ഷെയ്ഡിങ്ങിനകത്ത് എഡ്ജ് ഫേസ് ഓഫ് ചെയ്താൽ നമുക്കിവിടെ ലൈൻസ് ഇല്ലായിരുന്നു. ഓൺ ചെയ്താൽ അവിടുത്തെ ലൈൻസ് കൂടെ കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ഇൻഡിക്കേഷൻ കിട്ടും ആ എഡ്ജിൻ്റെ. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇത് മോഡിഫൈ, അതിൻ്റെ മോഡിഫൈയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലത്തെ സെക്കൻഡ് ടാബിൽ മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മോഡിഫൈ ലിസ്റ്റ് ഉണ്ട്. ബോക്സ് കാണാൻ പറ്റും, പേര്. ഡീസെലക്ട് ചെയ്താൽ ബോക്സ് കാണില്ല കേട്ടോ. സോ നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ 3D മോഡലിനെ സെലക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുകയുള്ളൂ. സോ ബോക്സിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ലെങ്ത് കാണാം, വിഡ്ത്ത് കാണാം, ഹൈറ്റ് കാണാം. ആൻഡ് ലെഗ് സെഗ്മെൻറ്റ്, വിഡ്ത്ത് സെഗ്മെൻറ്റ്, ഹൈറ്റ് സെഗ്മെൻറ്റ് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. സോ ബേസിക്കലി നമുക്കിവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതിൻ്റെ ഫേസ് സെലക്ട് ചെയ്യണോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. സോ ഞാൻ അതിനൊക്കെ എഡിറ്റബിൾ ആക്കാൻ വേണ്ടി പോവുകയാണ്. സോ 3D മോഡൽ സെലക്ട് ചെയ്ത് 3D മോഡലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ താഴോട്ട് വന്നു കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എടുക്കുന്നു. എഡിറ്റബിൾ പോളി എടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ പാരാമീറ്റേഴ്സ് എല്ലാം പോയിട്ട് വേറെ കുറേ ഓപ്ഷൻസ് വരും. കാണുന്നില്ലേ? എഡിറ്റബിൾ പോളിങ് വന്നു. സെലക്ഷൻ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എഡിറ്റബിൾ പോളിയുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ആരോ മാർക്ക് കാണാം. അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആരോ മാർക്ക് താഴോട്ടാവും. അപ്പോൾ കാണാം വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ, പോളിഗൺ, എലമെൻറ്റ്, ഇങ്ങനെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ടാവും. ഈ സബ് ഡിവിഷൻസിൻ്റെ ഒരു ഷോർട്ട് കട്ട് തന്നെയാണ് ഈ കാണുന്ന സെലക്ഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മേളത്തെ വെർട്ടെക്സ് ആക്ടിവേറ്റ് ആകും. നോക്കിയാൽ തന്നെ കാണാം പോപ്പപ്പ് വരുന്നുണ്ടോ? വെർട്ടെക്സ്, എഡ്ജ്, ബോർഡർ, പോളിഗൺ, എലമെൻറ്റ്. സോ വെർട്ടെക്സിനെ സെലക്ട് ചെയ്തു, ഇത് ആക്ടിവേറ്റ് ആയി. ഇനി ഞാൻ അവിടെ പോയി എഡ്ജിനെ സെലക്ട് ചെയ്താൽ താഴെ ആക്റ്റീവ് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. സോ ഞാനിപ്പം ഈ ഫേസ് എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പോളിഗൺ സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഡിലീറ്റ്. അതുപോലെ തന്നെ അപ്പുറത്തും ഡിലീറ്റ് ചെയ്യണം. സോ തിരിച്ചു വെച്ചു, ക്ലിക്ക്, ഡിലീറ്റ്. എന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഇരുട്ട് പോലെ ഒരു ഫീലുണ്ട്. അതെന്ന് വെച്ചാൽ ഫേസ് നോർമൽസ് ആണ്. ഫേസ് നോർമൽസ് എന്ന് പറഞ്ഞാൽ പോളിഗൺസിൻ്റെ നോർമൽസ് എന്ന് പറയുന്ന പോർഷൻസ് ആണ്. അത് ബ്ലാക്ക് ആയിട്ട് കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്ലാക്ക് ഏരിയ വരുമ്പോൾ നമുക്ക് റെൻഡർ ചെയ്യുന്ന സമയത്ത് അകത്ത് കാണില്ല, നിങ്ങളിപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ. അപ്പോൾ അത് കുറച്ചുകൂടെ റെൻഡറിങ്ങിൽ എന്ന് വെച്ചാൽ ഫൈനൽ ഔട്ടിൽ വിഷ്വലി കുറച്ച് കാണുന്ന രീതിയിലാക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു ബുക്കിലെ പേപ്പറിൻ്റെ തിക്നെസ് പോലെയുള്ള തിക്നെസ് ഉള്ളൂ ഇവിടെ. അത് കുറച്ചുകൂടെ ഒരു തിക്നെസ് കൊണ്ടുവരണം. അതിന് ഞാൻ ചെയ്യുന്നത് മോഡിഫയർ ലിസ്റ്റിൽ പോകുന്നു, ഷെൽ ക്ലിക്ക് ചെയ്യുന്നു. ഷെൽ വന്നു. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം വന്നത് അറിയാൻ പറ്റും. ഷെല്ലിൻ്റെ മോഡിഫയർ ഞാൻ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്താൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ. റെൻഡർ ചെയ്ത് നോക്കാം, ഷിഫ്റ്റ് ക്യൂ ഇങ്ങനെ വരും. ഇനി ഷെൽ ഓൺ ആക്കിയിട്ടൊന്ന് റെൻഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ റിസൾട്ടിലോട്ട് നോക്കണം, ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണിക്കാതെ ലൈറ്റ്സ് ഒന്നും ഇടാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇല്ലേ, ആ ഒരു ചേഞ്ച് കണ്ടോ? ഈ ഒരു തിക്നെസ് അവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തിക്നെസ് എനിക്ക് പാരാമീറ്റേഴ്സ് നോക്കിയാൽ ഇന്നർ എമൗണ്ട്, ഔട്ടർ എമൗണ്ടും ഉണ്ട്. ഇത് കണ്ടോ, അതുപോലെ കുറയ്ക്കാൻ പറ്റും. ഔട്ടർ എമൗണ്ട് 0 ആക്കിയാൽ എന്നിട്ട് ഇന്നർ എമൗണ്ട് കൊടുത്താൽ താഴോട്ട് ചെയ്ത ബോക്സിൻ്റെ ഉള്ളിലോട്ടായിരിക്കും അത് തിക്നെസ് പോവുക. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. തിക്നെസ് ആവശ്യമുള്ളത് കൊടുക്കാം. ഓക്കെ,
മാച്ച് ബോക്സിൻ്റെ കവർ ഏരിയ കഴിഞ്ഞു. ഇനി മാച്ച് ബോക്സിൻ്റെ ഇന്നർ ഏരിയ, ആ കണ്ടെയ്നർ ഏരിയ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് ഞാൻ ബോക്സ് തന്നെ എടുക്കുന്നു. ടോപ്പിൽ പോയിട്ട് പ്ലേസ് ചെയ്തു ഒരു ബോക്സ്, ഫിനിഷ് ചെയ്തു ബോക്സ്. എന്നിട്ട് ഞാൻ മേളിൽ ഫ്രണ്ട് വ്യൂ പോർട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് വ്യൂ പോർട്ടിൽ വന്നിട്ട് കണ്ടോ ഇത് അതിൻ്റെ ഒരു നേരത്തെ ഉള്ള കവർ ഏരിയ ഉണ്ടല്ലോ, ആ കവർ ഏരിയയുടെ ടോട്ടൽ തിക്നെസ്സിൻ്റെ മേളിൽ നിൽക്കണം. അകത്തോട്ട് ഇറങ്ങിയിരിക്കാൻ പാടില്ലല്ലോ. മേളിൽ നിൽക്കുന്ന രീതിയിൽ വെച്ചു. ബാക്കി എല്ലാ ഏരിയയിലും ചെക്ക് ചെയ്യുന്നു. അതിനെയും നമുക്ക് എഡിറ്റ് ചെയ്യണം. സോ അതിനെ ഞാൻ കൺവേർട്ട് ചെയ്തിരുന്നു പഴയതുപോലെ തന്നെ, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. അപ്പോൾ ഇങ്ങനെ എഡ്ജ് ആക്ടിവേറ്റ് ചെയ്താൽ ഈ എഡ്ജസിനെ ചുമ്മാ ഡ്രാഗ് ചെയ്താൽ അത്ര എഡ്ജസ് ഒരുമിച്ച് സെലക്ട് ആവും. എന്നിട്ട് കുറച്ചുകൂടി പൊക്കി വെക്കാം. ഇത് പിന്നെ കറക്റ്റാണെന്ന് തോന്നുന്നു, വലിയ കുഴപ്പമില്ല. വേണമെങ്കിൽ റിയലിസ്റ്റിക് എഫക്റ്റിന് വേണ്ടി വേണമെങ്കിൽ കുറച്ചൊന്ന് വെളിയിലോട്ട് കൊണ്ടുവരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. ഇതാ ചെറുതായിട്ട് നല്ലോട്ടിരുന്നോട്ടെ. അത്ര പെർഫെക്ഷൻ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് പോവും. അതുകൊണ്ട് കുറച്ചൊക്കെ ചെറിയ ഗിമിക്സ് ഒക്കെ കാണിക്കാം നമുക്കവിടെ. ഓക്കെ, ഇനിയും നമുക്കത് വെളിയിലോട്ട് ഒരു മാച്ച് ബോക്സ് തുറക്കുന്നത് പോലെ നമുക്ക് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ എഡിറ്റിംഗ് മോഡിൽ നിൽക്കുകയാണ്, സബ്ഡിവിഷൻ മോഡിൽ നിൽക്കുകയാണ്. സോ സബ്ഡിവിഷനിൽ എഡ്ജിൻ്റെ മോഡിൽ നിൽക്കുന്ന എഡ്ജ് മോഡ് ആദ്യം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലുള്ള ആ റെഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് വെളിയിലോട്ട് കൊണ്ടുവരിക. നോക്കിയാൽ ഇത് ടോട്ടലി ബോക്സ് ആണ്. സോ നമുക്ക് കണ്ടെയ്നർ ഏരിയ പോലെ വേണം. സോ അതിന് ഞാൻ പോളിഗൺ സെലക്ട് ചെയ്യുന്നു, മേളിലത്തെ ഫേസ് സെലക്ട് ചെയ്യുന്നു. മേളിലത്തെ ഫേസ് ഇൻ ദ സെൻസ് ഇത്രയും ഒന്നുമില്ലാത്തൊരു ഏരിയ അല്ല, ടോട്ടലി സോളിഡാണ്. സോ ഇതിൻ്റെ ടോപ്പ് ഫേസ് സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കണ്ടെയ്നർ ഏരിയ പോലെ കിട്ടി. പക്ഷേ നമുക്കിവിടെ കാണാം ഫേസ് നോർമൽസ് ഉള്ളത് കൊണ്ട് നമുക്കത് റെൻഡറിങ്ങിൽ വരില്ല. കണ്ടോ, ഇങ്ങനെ കാണിക്കുള്ളൂ. സോ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് ഈ സ്റ്റെപ്പ് തന്നെ. ഷെല്ല് കൊടുത്തു, ഇന്നർ എമൗണ്ടാണ് കൊടുത്ത്, അതാണ് വേണ്ടതും. അല്ലെങ്കിൽ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് എക്സീഡ് ചെയ്യും, പിന്നെയും ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഷെല്ല് കൊടുത്ത് ഓക്കെയാണ്. ഇനി ഞാൻ പഴയ പോലെ തിരിച്ച് അതിനെ ഉള്ളിലോട്ട് കയറ്റി വെക്കുക. അതായത് പോലെ ചെറുതായിട്ട് കുറച്ച് മാത്രം. മാച്ച് ബോക്സ് റെഡി. ഇനി മാച്ച് സ്റ്റിക്സ് വേണം. മാച്ച് സ്റ്റിക്സ് എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം. മാച്ച് സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ 2 പാർട്ടാണുള്ളത്. അതിൻ്റെ ഒരു ഗൺ പൗഡറുള്ള ഏരിയയും ഒരു ഉരുണ്ടിരിക്കുന്ന ഏരിയ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിക്ക് ഏരിയയും. സോ സ്റ്റിക്ക് ഏരിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ബോക്സ് എടുക്കുന്നു. ബോക്സ് എടുത്തിട്ട് ഈ കണ്ടെയ്നറിനകത്താണല്ലോ അതിരിക്കേണ്ടത്. സോ അതനുസരിച്ച് ഞാൻ ആ ബോക്സിനകത്തോട്ട് പ്ലേസ് ചെയ്യണം. സോ അതിന് ലെഫ്റ്റിൽ ഞാനൊരു ബോക്സ് വരച്ച് എങ്ങനെ ഇരിക്കും നിങ്ങൾ നോക്കുക. ലെങ്തിൽ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. സോ ഞാനത് വരയ്ക്കേണ്ടത് എവിടെ വരയ്ക്കണം എന്ന് ചിന്തിക്കുക. ടോപ്പിൽ വരച്ചാൽ കിടന്ന പോലെ ഇരിക്കത്തില്ല, ഫ്രണ്ടിൽ വരച്ചാലും ടോപ്പിൽ വരച്ചുകൊണ്ടാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഞാൻ എവിടെ വരയ്ക്കണം എന്ന് നോക്കുക. ലെഫ്റ്റിൽ വരച്ചാൽ കറക്റ്റ് ആവും തോന്നുന്നു. ഒരെണ്ണം വരച്ച് കാണിക്കാം. ലെഫ്റ്റിൽ നോക്കി എല്ലാ വ്യൂ പോർട്ടിലും നോക്കി നിങ്ങൾക്ക് കാണാം ടോപ്പിൽ വരച്ചത് എങ്ങനെ, ലെഫ്റ്റിൽ വരച്ചത് എങ്ങനെയാണ്. സോ അങ്ങനെ ഒരു തോട്ടിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ടോപ്പിൽ വരച്ച സംഭവം എടുത്ത് കളഞ്ഞു, ലെഫ്റ്റിൽ വരച്ചതിനെ ഞാൻ നിർത്തിക്കൊണ്ട് ബാക്കി എഡിറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. സോ ഇത് ഇത്രയും പരന്നായിരിക്കത്തില്ലല്ലോ. സോ അതിന് വേണ്ടിയുള്ള കറക്ഷൻസ് അവിടെ ചെയ്യണം. വിഡ്ത്ത് വൈസ് രണ്ടും 6 കൊടുക്കാം, ലെങ്തും വിഡ്ത്തും. ഓക്കെ, സ്റ്റിക്ക് വലുതാണോ അതോ കനം കുറഞ്ഞു പോയോ കൂടിപ്പോയതൊക്കെ ചെക്ക് ചെയ്യുക. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ വേണ്ടത്? സ്ഫിയർ എടുക്കാം. എന്തിന്? ഗൺ പൗഡറിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടി ഗൺ പൗഡർ വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ്. അപ്പോൾ അതിന് ഞാൻ ലെഫ്റ്റ് ഇവിടെ തന്നെ എത്തണം. ഇവിടെയൊക്കെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് ബോർഡ് തന്നെയാണ് ആപ്റ്റ്. സ്ഫിയറിൽ പോയിട്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇനിയും ഞാൻ ടോപ്പിൽ പോകുന്നു. കാണാം ഇവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ കണ്ടെയ്നർ. ഇതാണ് കണ്ടെയ്നറിനുള്ളിൽ ഇരിക്കുന്ന സ്റ്റിക്ക് ഇതാണ്. സോ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് സ്കെയിൽ ചെയ്തു, നേരെ അത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. കുറച്ച് ഒരു ഷേപ്പ് ഡിഫറൻസ് മോഡിഫിക്കേഷൻ വരുത്തുന്നു, ഡീഫോം ചെയ്തു. എന്നിട്ട് നമുക്ക് നോക്കാം. Z പ്രസ് ചെയ്താൽ എല്ലാ വ്യൂ പോർട്ടിലും അത് സെൻട്രൽ വരും. ഇനി സൂം ഔട്ട് ചെയ്യാം വേണ്ടതുപോലെ.
ഇതാ കണ്ടോ, എഡ്ജ് ഫേസ് ഓഫ് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കളറാണ് വേണ്ടത്. കളറിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ബേസിക്കലി പ്രസ് ചെയ്തു, മെറ്റീരിയൽ എഡിറ്റർ, എന്നിട്ട് ഫസ്റ്റ് സ്ലോട്ട് സെലക്ട് ചെയ്തു, എന്നിട്ടൊരു കളർ കൊടുക്കുകയാണ്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് റെഡ് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. സോ സെക്കൻഡ് വൺ എടുത്തിട്ട് അതിന് കളർ കൊടുക്കുന്നു, അപ്ലൈ ചെയ്തു. ഇത് വേണ്ടത് കുറച്ചുകൂടെ ഒരു ക്രീം കളർ എഫക്റ്റ് വേണം, കാരണം ആ ഒരു വുഡൻ ഫീല് ചെയ്യണമല്ലോ. ഞാൻ അടുത്തതിന് വേണ്ടി ഞാൻ അടുത്ത സ്ലോട്ട് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ഡിഫ്യൂസിൽ പോയിട്ട് ബ്രൗൺ എഫക്റ്റ്, ഗൺ പൗഡറിൻ്റെ എഫക്റ്റ് കൊണ്ടുവരണം. സോ ഐ തിങ്ക് ദിസ് ഈസ് ഫൈൻ. ഓക്കെ ആണല്ലോ അല്ലേ. എന്നിട്ട് ഇതിനെ, ഈ ഷേപ്പിന് ഞാൻ ഗൺ പൗഡറിൻ്റെ പീസിനെ പിടിച്ചാൽ ഗൺ പൗഡറിൻ്റെ പീസിന് വരും, സ്റ്റിക്കായിട്ട് വരില്ല. സോ അതിനെ ചെയ്യണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്യുക, അടുത്തതിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഇനി വെളിയിൽ ക്ലിക്ക് ചെയ്ത് ഡീസെലക്ട് ചെയ്തു. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് കാണാം, കണ്ടോ ഒരുമിച്ച് വരുന്നുണ്ട്. സോ നമുക്ക് സ്റ്റിക്ക് റെഡിയായി. ഇനിയത്തെ പരിപാടി സ്റ്റിക്കിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്റ്റിക്ക് പ്ലേസ് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് കോപ്പീസ്, ഹൗ മെനി കോപ്പീസ് ഡു യു വാണ്ട്? സോ ഐ സെറ്റ് 10. ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാം ആവശ്യത്തിൽ കൂടുതൽ വന്നാൽ. ഓക്കെ, കണ്ടോ 2 എണ്ണം മാത്രമേ ആവശ്യത്തിൽ കൂടുതൽ വന്നുള്ളൂ. സോ സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ചെറുതായിട്ടൊന്ന് അകത്തോട്ട് കയറ്റി വെക്കാൻ ടച്ച് ചെയ്ത് വെളിയിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡൺ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനും സെലക്ട് ചെയ്യാം. എത്ര എണ്ണത്തിനെ സെലക്ട് ചെയ്യണം? കാരണം എന്താ നിങ്ങൾ ചോദിക്കും. അതിനുള്ള കാര്യം ഇതാണ്, ഒരുമിച്ച് എനിക്ക് കുറച്ച് കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണല്ലേ, നേരെ എയറിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങനെയല്ലല്ലോ നിൽക്കേണ്ടത്. കുറച്ച് നമുക്ക് ആ ഒരു ഈ ഒരു പോർഷൻ നമുക്ക് ടച്ച് ചെയ്യണം, ഗ്രൗണ്ടിലോട്ട് ടച്ച് ചെയ്തു. പക്ഷേ ഈ ഒരു പോർഷൻ ടച്ച് ആവുന്നില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ടോട്ടലി അതിനെ ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് ഹൈറാർക്കിയിൽ പോകും. ഇവിടെ മൂന്നാമത്തെ ടാബ് ഹൈറാർക്കിയിൽ പോയിട്ട് അഫക്റ്റ് പിവറ്റ് ഉള്ളി എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് എവിടെ വെച്ചാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ റൊട്ടേറ്റ് ചെയ്യേണ്ട ഏരിയയെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു. ആ റൊട്ടേറ്റിൻ്റെ ഏരിയ കണ്ടു. ഓക്കെ, ഏതാണ് അബദ്ധം പറ്റിയത്? അതൊരു റൊട്ടേഷൻ അബദ്ധങ്ങളാണ് കേട്ടോ. പ്രിവ്യൂ റൊട്ടേഷൻ ചെയ്യേണ്ട സാധനമാണ്. അതെടുത്തിട്ട് ഞാൻ വയർ ഫ്രെയിം വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും സംഭവം. F പ്രസ് ചെയ്താൽ മതി. അത് ഫ്രണ്ട് വ്യൂ പോർട്ടായിരുന്നു. ഫ്രണ്ട് വ്യൂ പോർട്ട് തിരിച്ചാക്കി. ആൻഡ് ഞാൻ ചെയ്യുന്ന എഫക്റ്റ് പെട്രോളി ഓഫ് ചെയ്തു. ഇനി നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ഒരു ഏരിയ എൻ്റെ ടെയിൽ പാർട്ട് ഓഫ് ദി സ്റ്റിക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവാം, ടച്ച് ചെയ്യിപ്പിക്കാം, ഗ്രൗണ്ടിലോട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി. യെസ്, ഐ ഡിഡ് ദാറ്റ് ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് ഫൈൻ. ഇനി എന്താ വേണ്ടേ? ഒരു ഇത്രയും ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. സോ ഷിഫ്റ്റ് ഡ്രാഗ് ചെയ്തു മേളിലോട്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ഒന്ന് കിടപ്പുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ചുകൂടെ ഒരു നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം കറക്റ്റായിട്ട് അതിൻ്റെ മേളിലിരിക്കുന്നു. അങ്ങനെ മേളിലിരിക്കത്തില്ലല്ലോ. ബേസിക്കലി നമ്മൾ ഒരു തീപ്പെട്ടിയുടെ ബോക്സ് തുറക്കുന്ന സമയത്ത് ഉണ്ടാവില്ല, അങ്ങനത്തെ രീതിയിലായിരിക്കത്തില്ല ഇരിക്കുന്നത്. സോ അതിന് വേണ്ടി നമ്മളൊരു റാൻഡം ഇഫക്റ്റ് കാണിക്കാനായിട്ട് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം, കുറച്ചിങ്ങോട്ട് ഇറക്കാം. ആൻഡ് കുറച്ച് വേണേൽ ബാക്കിലോട്ട് വേണം വെക്കാം. ഓരോരോ വ്യൂ പോർട്ടിൽ ചെന്നിട്ട് അതിനനുസരിച്ച് അവിടെ വരേണ്ട ചേഞ്ചുകൾ വരുത്തി കൊടുക്കുക. ഇവിടെ വന്നിട്ട് റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, കണ്ടല്ലേ, ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മാച്ച് ബോക്സ് റെഡിയാണ്. ഇവിടെ കുറച്ച് വെളിയിലോട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു പീസ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് ഈ ഗ്രൂപ്പിനെ എടുത്ത് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗ്രൂപ്പിലുള്ള മറ്റേ ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യുന്നു, ഗ്രൂപ്പിൽ വന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്താൽ എവറിത്തിങ് ഈസ് ഡൺ ആൻഡ് വി ഹാവ് ദ ബ്രാൻഡ് ന്യൂ മാച്ച് ബോക്സ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ
ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു 3D മോഡലുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്.